ഇടത് നിരീക്ഷകൻ അഥവാ CPM സഹയാത്രികനായിരുന്ന ശ്രീമാൻ റെജി ലൂക്കോസ് CPM സകല ബന്ധവും വിച്ഛേദിച്ച് ഈ സഹയാത്രിക സ്ഥാനവും ഉപേക്ഷിച്ച് BJPയുടെ കൂടാരത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇടത് നിരീക്ഷകനായിരുന്ന അഡ്വക്കേറ്റ് ഹസ്കർ നിരീക്ഷക പദവി ഉപേക്ഷിച്ച് സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റായിട്ട് സ്വതന്ത്ര മാർക്സിസ്റ്റായിട്ട് ഇനിമേലിൽ വെറും നിരീക്ഷകൻ മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യത്തിൽ അഭയം തരുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം, ഈ 3 തവണ ദേവികുളത്തുനിന്ന് MLA ആയ സഖാവ് S രാജേന്ദ്രൻ പാർട്ടിയുമായിട്ടുള്ള സകല ബന്ധവും കുറച്ചാൾ മുമ്പ് തന്നെ വിച്ഛേദിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പാർട്ടി പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ CPIയിൽ ചേർന്നോ അതോ കോൺഗ്രസിൽ ചേർന്നോ അതോ BJPയിൽ ചേർന്നോ എന്നിങ്ങനെ സംശയത്തിൽ നിൽക്കരുത്. പുള്ളി ഏതാണ്ട് BJPയിൽ ചേരാൻ തന്നെ ഉറപ്പിച്ചു. അത് മനസ്സിലാക്കാം. കാരണം വേറെ യാതൊരു ആശ്രയവും ഇല്ലാത്ത ആളാണ്. കോൺഗ്രസിൽ ചേർന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായ സംരക്ഷണം കൊടുക്കാൻ പോലും കോൺഗ്രസിനെ കൊണ്ട് പറ്റുകയില്ല. CPIയിലായി കഴിയുമ്പോൾ എന്താണ് CPM നിന്ന് CPIയിലേക്ക് മാറുമ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇടതു മുന്നണി തന്നെ വീണ്ടും പ്രവർത്തിക്കണം. ഇതേ നേതാക്കന്മാരെ തന്നെ വീണ്ടും മുഖത്ത് നോക്കണം. അവരെ കാണുമ്പോൾ ചിരിക്കണം, ലാൽ സലാം പറയണം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ BJPയിലാകുമ്പോൾ ഈ വക യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം BJP ചേരാൻ തീരുമാനിച്ചു. ഔപചാരികമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എന്നാലും അധികം വൈകാതെ അത് ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതുപോലെയല്ല, 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്നു. അതിനു മുമ്പ് 5 കൊല്ലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് ഐഷ പോറ്റി. ആ പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് എന്നുള്ളത് മാച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം കൊടുത്തു. ഇപ്പോൾ അവർ കോൺഗ്രസ് പ്രവർത്തകയാണ്, കോൺഗ്രസ് നേതാവാണ്. നമ്മുടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിയും എല്ലാം ചേർന്ന് അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി മേലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു പ്രവർത്തകയായിരിക്കും സഖാവ് ഐഷ പോറ്റി, അല്ലെങ്കിൽ മുൻ സഖാവ് ഐഷ പോറ്റി. ഐഷ പോറ്റിക്ക് മാനസാന്തരം ഉണ്ടായെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുണ്ടായ ചിറ്റമ്മ നയത്തിൽ മനം നൊന്നിട്ടാണ്. അവർ സഖാവായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ അടിയുറച്ച സഖാവായിരുന്നു. പക്ഷേ MLA സ്ഥാനം കഴിഞ്ഞതിന് ശേഷം പാർട്ടിക്കാർ അവരെ ഗൗനിക്കാതെ, അവർ യോഗങ്ങൾക്ക് വിളിക്കാമെങ്കിൽ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് ഏറ്റവും വിദൂരത്തുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും യോഗത്തിന് അയക്കുക. ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായ അവഹേളനം കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ ഐഷ പോറ്റി പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അവരുടെ പാർട്ടിന് പോവുക. ഇനി കോൺഗ്രസ്സായി. അടുത്ത തവണ കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റി മത്സരിക്കും, കൈപ്പത്തി അടയാളത്തിൽ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് ഐഷ പോറ്റിയുടെ സ്ഥിതി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ഇതുപോലുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. ഈ നമ്മുടെ കൂടെയുള്ള ഈ ധീര സഖാവ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ BJPയിലായിരിക്കുമോ കോൺഗ്രസിലായിരിക്കുമോ അത് വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരിക്കുമോ എന്ന് ഓരോ സഖാവും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓരോ നേതാവിനെ ചുറ്റിപ്പറ്റിയും ഇതുപോലെയുള്ള കഥകൾ, കിംവദന്തികൾ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ലഗ്നാലോ ചന്ദ്രാലോ യാതൊരു വിധത്തിലും കോൺഗ്രസ് പാർട്ടിയിലോ BJPയിലോ ചേരാൻ ഒരു സാധ്യതയില്ലാത്ത ആളുകളുടെ പേരുകൾ പോലും ഇങ്ങനെയുള്ള കിംവദന്തികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ സഖാവ് G സുധാകരൻ കോൺഗ്രസിൽ ചേരും എന്ന് വിചാരിക്കുന്നവരുണ്ട്. തോമസ് ഐസക് BJPയിൽ ചേർന്നാലോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ സുരേഷ് കുറുപ്പ്, അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോയിട്ട് ഒരുപാട് കാലമായി. അങ്ങനെയുള്ള സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്കായിരിക്കും BJPയിലേക്കായിരിക്കും എന്ന് ആലോചിച്ച ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ CPM നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാർട്ടി നേതാക്കന്മാർ നാളെ ഏത് പാർട്ടിയിലായിരിക്കും? ഇന്നലെയോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു, നാളെ അതിൻ്റെ നേതാവായിട്ട് മാറുന്നു, മറ്റന്നാൾ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നമുക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കാർക്കും താങ്ങാനാവുന്ന കാര്യമല്ല. അപ്പോൾ CPMൽ കാണുന്ന ഏത് നേതാവിനോടും പ്രവർത്തകർ ഉള്ളാലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഖാവ് ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്, ഇന്ന് വൈകുന്നേരവും ഞങ്ങളുടെ കൂടെയുണ്ട്, നാളെ രാവിലെ ഏത് പാർട്ടിയിലായിരിക്കും, നാളെ ഞങ്ങൾക്ക് നേതാവ് ആരായിരിക്കും എന്നൊരു സംശയം മിക്കവാറും എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും മനസ്സിലുണ്ട്. അത് നേതാക്കന്മാർക്കും അറിയാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യാകുലരായിട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പാർട്ടി സഖാക്കൾ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത പരിണതിയിലേക്ക് പാർട്ടി പോയിരിക്കുക. മുമ്പ് കോൺഗ്രസിൽ നിന്നും മറ്റുമൊക്കെയാണ് നേതാക്കന്മാർ CPMലേക്ക് പോയിക്കൊണ്ടിരുന്നത്. CPMന് ആളും അർത്ഥവും അധികാരമുള്ള സമയത്ത് അങ്ങനെ വന്ന ആളാണ് ശോഭന ജോർജ്, അങ്ങനെ വന്ന ആളാണ് PS പ്രശാന്ത്,
അങ്ങനെ വന്ന പല നേതാക്കന്മാരും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ വേറെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ സി പി എമ്മിൽ ചേർന്ന് സി പി എമ്മിന് നല്ല കാലം വരുന്നുകൊണ്ടാണ്, സി പി എമ്മിന് ഭരണം ഉണ്ടായിരുന്നുകൊണ്ടാണ്, സി പി എമ്മിന് ആളുകൾ മാനിക്കുന്ന, സി പി എമ്മിനെ അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പൊ ആ കാലം പോയി. സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറുകയാണ്. സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ഓരോ യൂദാസുകൾ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ട് മുന്നണി വിട്ട് അല്ലെങ്കിൽ പാർട്ടി വിട്ട് പോകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ എം. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഐഷ പോറ്റി. അപ്പോൾ എല്ലാ യൂദാസുകളും പോയി കഴിയുമ്പോൾ പിന്നെ പാർട്ടി പിരിച്ചുകൊണ്ട് വരും. കാരണം ഇപ്പോൾ പാർട്ടിയിൽ ആത്മാർത്ഥ സഖാക്കളെക്കാൾ കൂടുതൽ യൂദാസുകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് പാർട്ടി പോകുന്നു. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്ന പഴയ ഒരു ഉപദേശിയുടെ വചനം സി പി എംകാരുടെ കാര്യത്തിലും സത്യമായി ഭവിച്ചിരിക്കുകയാണ്. ഇത് പാർട്ടി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുമോ അതോ ഭരണകൂടം കൊഴിഞ്ഞു വീഴും എന്ന് പറഞ്ഞ പോലെ സംസ്ഥാനത്ത് സി പി എം പാർട്ടി എന്നേക്കുമായിട്ട് കൊഴിഞ്ഞു പോകുമോ എന്നാണ് നമ്മളിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും എല്ലാ സഖാക്കൾക്കും നല്ലത് വരട്ടെ. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വമ്പിച്ച വിജയം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്.